സജി ചെറിയാന് വലിയ തിരിച്ചടി സംഭവിച്ചിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി വരുന്നത്. സജി ചെറിയാന്റെ പോലീസ് അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതി റദ്ദാക്കിയാണ്. തുടരന്വേഷണം വേണം എന്നാവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ട്. അതിൽ ഭരണഘടനയെ മാനിക്കുന്നതല്ല സജി ചെറിയാന്റെ പ്രസ്താവന. ഭരണഘടനയെ അപമാനിക്കാനുള്ള ഉദ്ദേശമില്ലെന്ന വാദം തള്ളുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ട് നിയമപരമായി നിലനിൽക്കുന്നതല്ല എന്ന് പറയുന്നു. മജിസ്ട്രേറ്റ് തീരുമാനമെടുത്തത് സാക്ഷിമൊഴികൾ പരിഗണിക്കാതെയാണ് എന്നും പറയുന്നു. ദൃശ്യങ്ങളിലൂടെ സജി ചെറിയാന്റെ പ്രസ്താവന വ്യക്തമാണ് എന്നാണ് പറയുന്നത്. അന്വേഷണത്തിൽ DGPക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു. മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അതായത് CBI എൻക്വയറി വേണ്ട. CBI എൻക്വയറി ആയിരുന്നു അഭിഭാഷകനായ ബൈജു M നോയൽ ആവശ്യപ്പെട്ടത്. പക്ഷേ CBI അന്വേഷണം വേണ്ട, സ്റ്റേറ്റ് പോലീസ് അന്വേഷിക്കട്ടെ എന്ന് തന്നെയാണ് കോടതി, വിശദമായി അന്വേഷിക്കട്ടെ എന്ന് തന്നെയാണ് കോടതി പറയുന്നത്. കേസ് ഡയറിയും പ്രസംഗത്തിന്റെ വിശദമായ രൂപവും പരിശോധിച്ച ശേഷമാണ് സിംഗിൾ ബെഞ്ച് വിധി പറഞ്ഞത് എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് സജി ചെറിയാൻ അനുകൂലമായി, അതായത് ഈ വിഷയത്തിൽ സജി ചെറിയാന് അനുകൂലമായി പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് നേരത്തെ പുറത്തു വന്നിരുന്നു. അത് പൂർണ്ണമായും കോടതി റദ്ദാക്കുകയാണ്. സജിത്ത്, ഇതൊക്കെയാണ് കോടതി വിധിയുടെ വിശദാംശങ്ങൾ. രാഷ്ട്രീയമായി വലിയൊരു തിരിച്ചടിയാണ്. കാരണം നേരത്തെ ഈ വിഷയത്തിൽ ഒരു രാജി കഴിഞ്ഞ് പിന്നെ തിരിച്ചെത്തിയ ആൾ കൂടിയാണ് സജി ചെറിയാൻ. മാസങ്ങളോളം മന്ത്രിസഭയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്ന പശ്ചാത്തലം ഉണ്ടായിരുന്നു. പല ന്യായങ്ങൾ പറഞ്ഞ് തിരിച്ചു വന്നു. ഇപ്പോൾ കോടതി പരാമർശം വരുമ്പോൾ മന്ത്രിക്ക് മുന്നിൽ എന്താണ് വഴി? രഞ്ജിത്ത്, വളരെ പ്രസക്തമാണ്. കോടതിയിൽ നിന്ന് മന്ത്രിക്ക് എതിരെ വലിയ തിരിച്ചടി എന്നതാണ്. അതായത് ഭരണഘടനയെ അവഹേളിച്ചു എന്ന കാര്യം കോടതി അംഗീകരിക്കുന്നു എന്നതാണ്. പോലീസ് റിപ്പോർട്ട് നിരാകരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ സജി ചെറിയാന്റെ പ്രതികരണം തിരുവനന്തപുരത്ത് ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ വിഷയത്തിൽ ഇനി സ്വീകരിക്കാൻ പോകുന്ന നിലപാട് വളരെ പ്രസക്തമാണ്. എന്തായാലും പ്രതിപക്ഷം മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുമെന്ന് വ്യക്തമാണ്. ഈ വിഷയത്തിൽ, ഈ ആരോപണത്തിൽ നേരത്തെ മജിസ്ട്രേറ്റ് കോടതി സജി ചെറിയാന് ക്ലീൻ ചിറ്റ് നൽകിയ വിധത്തിൽ ഹൈക്കോടതിക്ക് മുന്നിലെത്തിയ ഹർജിയിൽ ആവശ്യപ്പെട്ടത് CBI അന്വേഷണമാണ്. പക്ഷേ CBI അന്വേഷണ വാദം ഹൈക്കോടതി അംഗീകരിച്ചില്ല. മറിച്ച് വീണ്ടും പോലീസ് അന്വേഷണത്തിലാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം ഭരണഘടനാ വിരുദ്ധ പരാമർശം നിലനിൽക്കുന്നതാണെന്ന കോടതിയുടെ പരാമർശമുണ്ട്. ഒരുപക്ഷെ സജി ചെറിയാന് തിരിച്ചടിയാവാൻ പോകുന്നത് ആ പരാമർശം തന്നെയാണ്. അദ്ദേഹം ഭരണഘടനാ വിരുദ്ധ പ്രസംഗം തന്നെയാണ് നടത്തിയത്, അത് ബോധപൂർവമാണ്, ദൃശ്യങ്ങൾ അത് വ്യക്തമാണ് എന്ന കാര്യം കോടതി പരാമർശിച്ചിട്ടുണ്ട്. അത് സ്വാഭാവികമായും അങ്ങനെ ഒരു നിലപാട് എടുത്തയാൾക്ക് എങ്ങനെ മന്ത്രിയായി തുടരാൻ കഴിയും എന്ന ചോദ്യം വീണ്ടും ഉന്നയിക്കപ്പെടുകയാണ്. നേരത്തെ സജി ചെറിയാൻ രാജിവെക്കാനിടയായ സാഹചര്യം നമുക്കറിയാം. സമാനമായ ആരോപണം ഉണ്ടായപ്പോഴാണ് രാജിവെച്ചത്. അത് പെട്ടെന്ന് മുന്നണി തീരുമാനമുണ്ടാവുകയും വളരെ പെട്ടെന്നുള്ള രാഷ്ട്രീയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്ന് മന്ത്രിയുടെ രാജി ഉണ്ടായത്. പക്ഷേ അദ്ദേഹത്തിന് പിന്നീട് തിരിച്ചെത്താൻ കഴിഞ്ഞു. പക്ഷേ ഹൈക്കോടതി വീണ്ടും ഇത്തരമൊരു വിഷയത്തിൽ നിലപാടെടുക്കുമ്പോൾ എന്താണ് CPIM ഈ വിഷയത്തെ രാഷ്ട്രീയമായി കാണുന്നത്, എങ്ങനെയാണ് മന്ത്രി സജി ചെറിയാന്റെ നിലപാട് എന്നത് പ്രസക്തമാണ്. ഒപ്പം പ്രതിപക്ഷവും ഇക്കാര്യത്തിൽ സജി ചെറിയാന്റെ രാജി ആവശ്യപ്പെടും എന്നതാണ് സാഹചര്യം. നമുക്കറിയാം, നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഒരു വർഷത്തിലധികം സമയം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. ഒരു മന്ത്രിയുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വിവാദത്തിൽ ആ മന്ത്രിയെ സംരക്ഷിച്ച് ഇനി മുന്നോട്ട് പോവാൻ തയ്യാറാകുമോ? എന്തെങ്കിലും ന്യായങ്ങൾ, അന്വേഷണം മാത്രമാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്ന നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ മുന്നണി തയ്യാറാകുമോ? മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുമോ? രാജി നിലപാട് അംഗീകരിക്കുമോ? തുടങ്ങിയ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. എന്തായാലും ഹൈക്കോടതി ഇപ്പോൾ ഈ വിധി പറയുന്നത് മന്ത്രിക്കെതിരാണ്. അദ്ദേഹം നടത്തിയത് ഭരണഘടനാ വിരുദ്ധ പരാമർശം തന്നെയാണെന്ന കാര്യം കോടതി ശരിവെക്കുകയാണ്. അഭിഭാഷകനായ ബെച്ചു കുര്യന്റെ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ തീരുമാനം. അഭിഭാഷകനായ ബൈജു M നോയലിന്റെ ഹർജിയിലാണ് ഇപ്പോൾ ഈ വിധി ഉണ്ടായിരിക്കുന്നത് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. ജസ്റ്റിസ് ബെച്ചു കുര്യനാണ് ഈ വിധി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് കോടതി അംഗീകരിച്ചിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച ശേഷം കൂടിയാണ് കോടതി ഈ വിധി പറഞ്ഞിരിക്കുന്നത് എന്നതുകൂടി പ്രധാനപ്പെട്ട കാര്യമാണ്. സജി ചെറിയാൻ എന്ന മന്ത്രിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ നിർണായകമാവുന്ന ഒരു കോടതി വിധിയായി മാറിയേക്കാം ഇത്. ഒരുപക്ഷെ ഇതിൽ മന്ത്രിയുടെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ ഇനിയുള്ള രാഷ്ട്രീയ